പോലീസ് സേനയ്ക്കെതിരായ ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പി വി അൻവർ എംഎൽഎയുടെ മൊഴി രേഖപ്പെടുത്തും. തൃശൂർ ഡിഐജി തോംസൺ ജോസിന്റെ നേതൃത്വത്തിൽ മലപ്പുറത്ത് വെച്ചാണ് എംഎൽഎയുടെ മൊഴി രേഖപ്പെടുത്തുക. റിനു ശ്രീധറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. റിനു, എപ്പോഴായിരിക്കും ഇന്ന് മൊഴിയെടുക്കുക? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രുതി, തുളസി, നമുക്കറിയാം സംസ്ഥാനത്തെ പോലീസ് സേനയെ തന്നെ മുൾമുനയിൽ നിർത്തിയ ചില ആരോപണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പി വി അൻവർ എംഎൽഎ ഉയർത്തിയത്. അത് മുഖ്യമന്ത്രിക്ക് അതുപോലെ തന്നെ പോലീസ് മേധാവികൾക്ക് അടക്കം പാർട്ടി സെക്രട്ടറിക്ക് അടക്കം പരാതി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. പ്രധാനമായും 3 പരാതികളാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളത്. അതിലൊരു കേസ് പി വി അൻവർ മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയ പരാതിയാണ്. 2, സുജിത് ദാസ് എസ് പിക്കെതിരെ മലപ്പുറം പോലീസ് മേധാവിക്ക് പി വി അൻവർ എഴുതി നൽകിയ പരാതി. ഒപ്പം ഈ ആരോപണങ്ങളെല്ലാം തന്നെ അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എം.ആർ. അജിത് കുമാർ ADGP മുഖ്യമന്ത്രിക്ക് എഴുതി നൽകിയ പരാതി. ഈ 3 പരാതികളാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. തുടർന്നാണ് DGPയുടെ നേതൃത്വത്തിൽ 5-അംഗ IPS ഉദ്യോഗസ്ഥരുടെ ഒരു SIT ടീമിനെ തന്നെ രൂപീകരിച്ച് ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ കേസ് അന്വേഷിക്കുവാൻ വേണ്ടി തയ്യാറെടുത്തത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസർ കൂടിയാണ് തൃശൂർ DIG ആയിട്ടുള്ള തോംസൺ ജോസ്. ഈ തോംസൺ ജോസിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് പി വി അൻവറിൻ്റെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിച്ചത്. ഇന്നലെ പത്രമാധ്യമങ്ങളെ കണ്ട പി വി അൻവർ എംഎൽഎയും അക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. ഇന്നിപ്പോൾ മലപ്പുറത്ത് വെച്ച് ഇദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. DIGയുടെ നേതൃത്വത്തിൽ തോംസൺ ജോസിൻ്റെ നേതൃത്വത്തിൽ മലപ്പുറത്ത് വെച്ച ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഈ ഒരു മൊഴിയെടുക്കൽ ഉണ്ടാകും എന്നുള്ളതാണ്. മൊഴി എടുത്തതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോകുക. എന്തായാലും DGPയുടെ നേതൃത്വത്തിലാണ് ഈ ADGPക്കെതിരെ M.R. അജിത് കുമാറിനെതിരായിട്ടുള്ള പരാതി അന്വേഷിക്കുന്നത്. എല്ലാ പഴുതുകളും അടച്ച് കൃത്യമായി വിവരങ്ങൾ ശേഖരിച്ച്, കാരണം സംസ്ഥാനത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെയാണ് കേസ് അല്ലെങ്കിൽ പരാതി ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പഴുതുകളും അടച്ച് കൃത്യമായി വിവരങ്ങൾ ശേഖരിച്ചാണ് DGPയുടെ ഭാഗത്തുനിന്ന് മുന്നോട്ട് പോകുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടുന്നത് ADGPയും DGPയും തമ്മിൽ കാലങ്ങളായി വലിയ രീതിയിലുള്ളൊരു തർക്കവും സംഘർഷവും നിലനിൽക്കുന്നുണ്ട്. ADGP സൂപ്പർ DGPയുടെ ഒരു ഇടപെടൽ നടത്തുന്നു എന്നുള്ള പരാമർശം ഉയർന്നു വരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രീതിയിലുള്ള പഴുതുകളും അടയ്ക്കാതെ പോകാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് തന്നെ DGPയുടെ മുന്നിലുള്ള ഒരു കാര്യമെന്ന് പറയുന്ന എല്ലാ പഴുതുകളും അടച്ച് കൃത്യമായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഈ അന്വേഷണ സംഘത്തിനെതിരെ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ADGPക്കെതിരെ അദ്ദേഹത്തിൻ്റെ കീഴിൽ റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന ലോ ആൻഡ് ഓർഡറിൽ ജോലി ചെയ്യുന്ന 2 ഉദ്യോഗസ്ഥരടക്കം കീഴുദ്യോഗസ്ഥരടക്കം ഈ ഇദ്ദേഹത്തിനെതിരെ, അതായത് ADGPക്കെതിരെ അന്വേഷണ സംഘത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇത് വലിയ രീതിയിലുള്ള വിമർശനത്തിനിടയാക്കിയിരുന്നു. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഒരു അസാധാരണ നടപടിയിലേക്ക് ADGP കടന്നത്. അതായത് ഈ ലോ ആൻഡ് ഓർഡറിൽ തൻ്റെ കീഴിൽ റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന 2 ഉദ്യോഗസ്ഥർ തൽക്കാലം ഈ കേസ് അവസാനിക്കുന്നതുവരെ തൻ്റെ കീഴിൽ റിപ്പോർട്ട് ചെയ്യേണ്ട എന്നുള്ളൊരു ആവശ്യവുമായി DGPക്ക് കത്ത് നൽകുന്നു. ഇത് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയോ DGPയോ ആണ് അത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടത്. പക്ഷേ ADGP തന്നെ, ഈ ആരോപണ വിധേയനായ ADGP തന്നെ അത്തരം നടപടിയിലേക്ക് കടക്കുന്നു. ഇത്തരത്തിൽ അസാധാരണമായിട്ടുള്ളൊരു നീക്കങ്ങളിലേക്കാണ് കുറച്ച് ദിവസമായി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന ഈ കാര്യം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി പി വി അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇന്ന് അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്.